ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ അത് പാതി വഴിയിൽ അങ്ങ് മുടങ്ങിപ്പോവും. കാരണം വീഡിയോ ഒക്കെ എടുത്ത് ഒരു ഉച്ചയാവുന്നവരെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും കാരണവശാൽ പിന്നെ ബാക്കി വീഡിയോ എടുക്കാൻ അങ്ങ് മറന്നു പോവുമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ അതങ്ങ് മുടങ്ങും. അങ്ങനെ ഇതുവരെ മുഴുവനാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നല്ലതുപോലെ ആകെ കുറച്ച് വീഡിയോ മാത്രമേ ഞാനങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്നൊരു ഫുൾ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും ഇതാ നമ്മളെ ഫ്ലൈറ്റ് പോകുന്ന കാണുമ്പോൾ എപ്പോഴും ഞാൻ നോക്കൂട്ടോ. ഇതൊരു 6 മണിക്ക് ഉള്ള ഒരു ഫ്ലൈറ്റാണ്. അപ്പോൾ ഇത് നല്ല സൗണ്ടിൽ കുറച്ച് താഴത്തോട്ടായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഫ്ലൈറ്റ് ആയത് കാരണം ഞാൻ എന്നും ഇതിനെ നോക്കൂട്ടോ. അപ്പോൾ നമ്മൾ ദിവസം ചെയ്യുന്ന ഒരു കാര്യം പിന്നെ നമ്മുടെ ദിനചര്യയായി മാറുമല്ലോ, അതുപോലെ ഒരു കാര്യമാണ് കേട്ടോ ഞാൻ ഇതിനെ ഇങ്ങനെ കാണുക എന്നുള്ളത്. എന്താണെന്നറിയില്ല, ഇതിങ്ങനെ ചുറ്റി വളഞ്ഞൊക്കെ പോകുന്നത് കണ്ടു, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും പോകുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിലോട്ട് കയറി. പിന്നെ ഇന്ന് പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പൊന്നുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പത്തിരി. പിന്നെ നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല രസമാണല്ലോ. അങ്ങനെ ഞാൻ പത്തിരിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സജീവേട്ടൻ്റെ അടുത്ത് ഇന്നലെ അവൾ പ്രത്യേകം പറഞ്ഞ് വാങ്ങിച്ചാണ് കേട്ടോ. ഞാൻ പിന്നെ പൊടി ഇവിടുന്ന് ഉണ്ടാക്കിയതല്ല, കടയിൽ നിന്ന് വാങ്ങിച്ചാണ്. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ ഈ ഇലയിൽ ഇങ്ങനെ ആക്കുന്നത് അതിൻ്റെ ഇലേൻ്റെ ഒരു ഡിസൈൻ വരാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആക്കി കഴിയുമ്പോൾ ഈ ഒരു ഡിസൈനൊന്നും ഉണ്ടാവാറില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു അടിച്ചു വരാമെന്ന്. മുറ്റം ഇന്നലെ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് തന്നെ നല്ല ചപ്പുണ്ടായിരുന്നു. അതൊക്കെ അടിച്ചു വരാമല്ലോ, എന്നിട്ട് ബാക്കിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ നല്ല വെയിലാണ് കേട്ടോ. കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അടിച്ചു വരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, വെയിലല്ലേ. അപ്പോൾ അതുകൊണ്ട് വെയിലൊക്കെ നല്ലപോലെ വരുന്നതിന് മുന്നേ അടിച്ചു വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ മുഴുവൻ അടിച്ചു വരും കേട്ടോ. ഇപ്പോൾ ഉള്ളൊരു ആശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന മഴയാണെങ്കിലും മുറ്റത്തിങ്ങനെ കാടുണ്ടാവില്ലല്ലോ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇൻ്റർലോക്ക് ചെയ്തത് കാരണം അങ്ങനെ ഒരു ഗുണമുണ്ടായി. എൻ്റെ ഏറ്റവും വലിയൊരു ആശ്വാസമാണ് അത്. കാരണം വലിയ മുറ്റാണ് ഞങ്ങൾക്ക്. അപ്പം ഞാനിങ്ങനെ മുറ്റടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ പരുന്ത് കരയുന്ന ഒരു സൗണ്ട് കേട്ടു കേട്ടോ. അപ്പോൾ എനിക്ക് പരുന്ത് കരയുന്ന ഒരു സൗണ്ട് കേൾക്കുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. അങ്ങനെ അപ്പോൾ ഞാൻ അതിനിങ്ങനെ നോക്കിയിരുന്നു, ഇവിടെ നിന്നാണ് ഈ ഒരു സൗണ്ട് എന്ന് വിചാരിച്ചിട്ടേ. അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ കുറച്ച് വീഡിയോ എടുത്തു. പക്ഷേ മുഴുവനായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. മുഴുവനായിട്ടെന്നല്ല, അതിനെ നല്ല പോലെ എനിക്ക് എടുത്ത് കാണിച്ചു തരാൻ പറ്റിയില്ല. പെട്ടെന്ന് തന്നെ അതങ്ങ് പറന്നങ്ങ് പോയി. അപ്പോൾ ഇതാണ് കേട്ടോ ആ സൗണ്ട് വരുന്ന ആ ഒരു ഉറവിടം. അപ്പോൾ ഞാൻ കുറച്ച് നേരം അതിനെയും നോക്കി നിന്നിട്ട് പിന്നെ ഞാൻ അകത്തേക്ക് പോയിട്ടാ. അപ്പോഴത്തേനും കണ്ണൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അമ്മ ചേച്ചി കൊടുക്ക്. ഒരു ചായ ചേച്ചി കൊടുക്ക്. മറിഞ്ഞു പോവും. ചൂടുണ്ടാ? നല്ല ചായ. കാക്കപ്പാട്ട് വേണ്ട, കാക്കപ്പാട്ട് വേണ്ട. ചേച്ചീനെ വെച്ച് കളിക്കാം ചായ കുടിച്ചിട്ട്. വേഗം ചായ കുടിക്കാൻ ചേച്ചീനെ വെച്ച് കളിക്കാമല്ലോ. അങ്ങനെ ഇന്നലെ സജീവേട്ടൻ വരുമ്പം കുറച്ച് അയിലയാണ് കേട്ടോ കൊണ്ടുവന്നത്. ഞങ്ങൾക്കങ്ങനെ മീൻ നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഇപ്പോൾ ഒരു പൂച്ചയുള്ളത് കാരണം ഇപ്പോൾ ദിവസവും മീൻ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അങ്ങനെ മീനൊക്കെ പെട്ടെന്ന് തന്നെ വെട്ടി വൃത്തിയാക്കി കറി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് വറവിന് കൂമ്പുണ്ട് കേട്ടോ. അപ്പോൾ കൂമ്പ് വറവും അതുപോലെ അയിലക്കറിയും വെക്കാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ ഞാൻ അതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചു കേട്ടോ. സജീവന് കൂടുതൽ ഇഷ്ടം തേങ്ങ അരച്ച കറിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അധികവും തേങ്ങ അരച്ചിട്ടാണ് വെക്കാറുള്ളത്. പുളിമുളക് ഇട്ട് കഴിഞ്ഞാൽ സജീവന് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് കഴിക്കുക. അതുകൊണ്ട് അധികം തേങ്ങ അരച്ചിട്ട് തന്നെ വെക്കാൻ നോക്കൂട്ടോ ഞാൻ.
അങ്ങനെ കൂമ്പ് വറവും തേങ്ങ അരച്ച കറിയും ഒക്കെ ആയി. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നു കേട്ടോ. പിന്നെ കണ്ണനാണെങ്കിൽ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ടി വി കണ്ടിട്ടും ഫോൺ കണ്ടിട്ടൊക്കെയാണ് കേട്ടോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഞാനത് പതുക്കെ മാറ്റിക്കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ വെക്കേഷൻ ആയത് കാരണം പൊന്നും ഉണ്ടാവുമല്ലോ ഇന്ന് ഉച്ചയ്ക്കൊക്കെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ കുറേ കഥകളൊക്കെ പറഞ്ഞിട്ട് ഇരുന്ന് കഴിക്കുന്ന സമയത്ത് ആളുടെ ശ്രദ്ധയൊക്കെ മാറി. ഇപ്പോൾ ഫോൺ അങ്ങനെ വേണം നിർബന്ധമൊന്നുമില്ല, എന്നാലും ഇടയ്ക്കൊക്കെ ചോദിക്കും കേട്ടോ. പക്ഷേ ഞങ്ങൾ കൊടുക്കാറില്ല. അങ്ങനെ ഞങ്ങൾ ഫോണൊന്നും ഇല്ലാതെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അപ്പോഴത്തേനും ആദ്യമായിട്ട് മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണേ. അങ്ങനെ ഞങ്ങൾ മാങ്ങയൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ നിമ്മീൻ്റെ അടുത്തേക്ക് പോയിട്ട് ശോഭേച്ചി ഉണ്ടായിരുന്നു വന്നിട്ട്. ശോഭേച്ചി വെള്ളം എടുക്കാൻ വേണ്ടി വന്നതാണേ. പിന്നെ ശോഭേച്ചിക്ക് ഇങ്ങനെ വീഡിയോ എടുക്കുന്ന ഫോട്ടോ എടുക്കുന്നൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ഞാൻ അറിയാതെ ഇങ്ങനെ വീഡിയോ എടുക്കുമായിരുന്നു. പക്ഷേ ആൾക്ക് മനസ്സിലായി കേട്ടോ ഞാൻ വീഡിയോ ഫോട്ടോ എടുക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുമായിരുന്നു. പിന്നെ ശിവരിൻ്റെയും പെണ്ണിൻ്റെയും എല്ലാം തന്നെ ചൂവല്ലേ? ചൂവത് അതേലല്ലോ. അതെന്നത്? ഇതിനകത്ത് കൂടി ഒരു സംഭവം കൂടി ഉണ്ട്. കാളി ഇത് ഇങ്ങനെ ആക്കുന്നേ കാളി ഒന്നുകൂടി ഇതാ എവിടെയാ പോയ ഒരു സംഭവം കൂടി ഉണ്ട് എൻ്റെ അടുത്ത്. എന്താന്ന് വെച്ചല്ലേ ഇതിൻ്റെ അടുത്ത് ഒരു സംഭവം കൂടി ഉണ്ടല്ലോ. ഇത് ഇവിടെ പ്ലേറ്റ് രണ്ടെണ്ണം ഉണ്ടല്ലോ. അത് കപ്പാത്തി ഇത് പൊട്ടിട്ടല്ല പൊട്ടിപ്പോയി. ചെപ്പ് കൂടി ഒന്ന് കൂടി പോപ്പുണ്ട്. ഒരു സ്പൂണും കൂടി ഉണ്ടല്ലോ. ഇതാ കപ്പ് ഇതാ ഒരു സ്പൂണും കൂടി ഉണ്ട്. ഒന്ന് കൂടി ഉണ്ടല്ലോ. ഇത് കപ്പ് അതെന്നടക്കണ അത് കാരറ്റ് സോസ് ഉണ്ട്. സോസ് സോസ് അന്നക്കൊടി ഒരു സ്പൂണും കൂടി ഉണ്ടല്ലോ. അതേടിയമ്മ പോയി ഇത് താഴെ പോയി. അവനതില്ലേ സ്പൂണാ? സ്പൂണല്ല. ഞാൻ മുട്ട ഓംലേറ്റ് കൊടുത്തു. ഇതല്ലേ കിട്ടി. ക്യാരറ്റ് മുറിച്ചിട്ടുണ്ട്. ക്യാരറ്റ് കേട്ടാ ഞാൻ കഴുകട്ടു. ഞങ്ങൾ മുറിച്ചിട്ട് അമ്മമ്മ ഇതമ്മമ്മ മുറിച്ച് അമ്മമ്മ അമ്മമ്മ ഇത് അച്ഛൻ അച്ഛേര അച്ഛ കുഞ്ഞിവ അച്ഛേ അമ്മമ്മ അമ്മ ഏച്ചി. ഓക്കെ അച്ചാച്ചനില്ല? ഉണ്ട്. ഇതാ അച്ചാച്ചൻ. ഞാനും ഇന്നലെ അടിച്ചില്ല. ഇന്ന് രാവിലെ ആവണ്ടല്ലോ. വെള്ളം അതന്നെ വെള്ളമല്ലേ.
ഉണ്ടാക്കി കഴിഞ്ഞാ എന്നിട്ട് അതെല്ലാം എടുത്തു വെക്കണി ബാഗിനകത്ത് എടുത്ത് നിറക്കി കളിച്ചു കഴിഞ്ഞാലെല്ലാം എടുത്തു വെക്കണ്ടേ എന്നല്ലേ നാളെയും കളിക്കാൻ പറ്റൂ ചെല്ല് ആ എടുത്തു വെക്ക് സഞ്ചി ബാവ എടുത്തിട്ട് വാ മാങ്ങ വറുക്കാൻ പോയിട്ട് വരാലോ ചേച്ചീനെ വിളിക്ക് ആ മാങ്ങ വറുക്കാൻ ഇങ്ങോട്ട് ഇതിലേ പോവാ നമ്മൾ മാങ്ങ വറുക്കിട്ടെ ചേച്ചിയായി ഒരു ആനക്കടി അതാണ് ചെക്കനെ താറിന് 6 മണിയായി പെണ്ണെ കാണാണ്ടവനാ അല്ല അടേതാ വണ്ടി തട്ടിക്കൊണ്ട് ഞാനെടുക്കും ഓടണ്ട അവിടെ നിൽക്ക് ചെരുപ്പിടാണ്ട് ഇതേടിയാ കണ്ണാ അങ്ങ് പോകണ്ട ഇതെങ്ങോട്ട് കയറണം അല്ല കുട്ടി അങ്ങോട്ടേ പോവേനു ഉണ്ട് കേട്ടാ ഇങ്ങോട്ട് കയറ് അങ്ങോട്ട് കയറ് കയറണേ ഓ അമ്മ വരുന്നല്ലേ പാവ നടക്ക് ഇങ്ങോട്ട് അങ്ങനെ ഞങ്ങൾ മാങ്ങയൊക്കെ പെറുക്കി തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ പിന്നെ മാങ്ങയൊന്നും ഉണ്ടായിരുന്നില്ല 3-4 മാങ്ങയെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ